നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശബരിമല സന്ദർശനം ഒഴിവാക്കി. രാഷ്ട്രപതി ഭവൻ സംസ്ഥാന സർക്കാരിന് നൽകിയ യാത്രാ പരിപാടിയിൽ ശബരിമല സന്ദർശനം ഉൾപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിലെ ഹെലിപ്പാഡ് സൗകര്യം സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. തിങ്കളാഴ്ച രാത്രി രാഷ്ട്രപതി ശബരിമലയിലെത്തിയേക്കുമെന്നായിരുന്നു ആദ്യം വന്ന വിവരം. ഹെലിപ്പാഡ് സൗകര്യം, സുരക്ഷാ ക്രമീകരണം എന്നിവ സംബന്ധിച്ച് രാഷ്ട്രപതി ഭവൻ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആരാഞ്ഞിരുന്നു. എന്നാൽ ശബരിമലയിലെ ഹെലിപ്പാഡിന്റെ അഭാവമാണ് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യം സംസ്ഥാന സർക്കാർ രാഷ്ട്രപതി ഭവനെ അറിയിച്ചു. ശബരിമലയിൽ ഹെലിപ്പാഡ് ഒരുക്കാനായില്ലെങ്കിൽ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം രാഷ്ട്രപതി സന്നിധാനത്ത് എത്തേണ്ടി വരുമെന്നതും സർക്കാർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി ഭവനിൽ നിന്നും പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിന് സന്നിധാനത്ത് തന്നെ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള അന്വേഷണമാണ് എന്നോട് ഗവൺമെൻറ്റിൽ നിന്ന് ചോദിച്ചത്. സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇത് സംബന്ധിച്ച എൻക്വയറി ഗവൺമെൻറ്റിലുണ്ടായി എന്നാണ് അറിഞ്ഞത്. ശബരിമലയിലെ ജലസംഭരണിയിൽ ഹെലിപ്പാഡ് ഒരുക്കുന്നതടക്കം ദേവസ്വം ബോർഡ് പരിഗണിച്ചിരുന്നു. ഇവിടെ പ്രാഥമിക പരിശോധനകളും നടത്തി. തിങ്കളാഴ്ച കൊച്ചിയിലെത്തുന്ന രാഷ്ട്രപതി ലക്ഷദ്വീപിലേക്കാവും പോവുക. 9-ന് കൊച്ചിയിലെത്തി രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ച അറിയിപ്പ്. ന്യൂസ് 18 സന്നിധാനം. ഭൂപരിഷ്കരണ നിയമത്തിന്റെ പിതൃത്വത്തെ ചൊല്ലി CPM CPI പോര് ശക്തമാകുന്നു. നിയമത്തിന്റെ യഥാർത്ഥ അവകാശി അച്യുതമേനോനാണെന്നും അച്യുതമേനോനെ CPM ബോധപൂർവം മറക്കുന്നുവെന്നുമാണ് CPIയുടെ പരാതി. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി അച്യുതമേനോനെ പരാമർശിക്കാത്തതാണ് CPIയെ ചൊടിപ്പിച്ചത്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിന്റെ പേരിൽ അഭിമാനിക്കുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കമിട്ട ഭൂപരിഷ്കരണ നിയമത്തിന്റെ നേരവകാശികൾ ആരൊക്കെയാണ്? ഇതാണ് CPMഉം CPIയും തമ്മിലുള്ള തർക്കം. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ EMSനെയും ഗൗരിയമ്മയെയും വാനോളം പുകഴ്ത്തിയ മുഖ്യമന്ത്രി അച്യുതമേനോനെ പരാമർശിച്ചില്ല. 1967 EMSന്റെ മന്ത്രിസഭ തന്നെയാണ് പാസ്സാക്കിയെടുക്കുന്നത്. ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. 57 ഗവൺമെൻറ് ആയാലും 67 ഗവൺമെൻറ് ആയാലും കാർഷിക ബന്ധ നിയമത്തിൻ്റെ കാര്യത്തിലും ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ കാര്യത്തിലും അതിനെ ചുക്കാൻ പിടിച്ചത് KR ഗൗരിയമ്മയായിരുന്നു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ തന്നെ CPMനെതിരെ ആഞ്ഞടിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിന്റെ യഥാർത്ഥ അവകാശി അച്യുതമേനോനാണ്. 1957 തന്നെ നിയമം തയ്യാറാക്കാൻ മുൻനിരയിൽ നിന്ന അച്യുതമേനോനെ CPM മറക്കുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്താണ് നിയമം വന്നതെങ്കിലും സമഗ്ര നിയമം അവതരിപ്പിച്ചത് അച്യുതമേനോൻ സർക്കാരാണെന്നാണ് E ചന്ദ്രശേഖരന്റെ ഓർമ്മപ്പെടുത്തൽ. 57 കമ്മ്യൂണിസ്റ്റുകാരുടെ അച്യുതമേനോൻ അതിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അന്ന് തന്നെ അത് കരുപ്പിടിപ്പിച്ചു കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയാണ്. CPM അവരിട്ടൊഴിഞ്ഞു പോയ ഗവൺമെന്റിൽ ഈ ഗവൺമെന്റിൽ അവരില്ലാതായി. അതിനുശേഷം 80 വരെ ആ പാർട്ടി ഭരണാധികാരത്തിൽ ഇരുന്നിട്ടില്ല. മുഖ്യമന്ത്രി അച്യുതമേനോന്റെ പേര് പരാമർശിക്കാത്തതിനെതിരെ കടുത്ത വിമർശനമാണ് CPIക്കുള്ളത്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടികളിലെല്ലാം അച്യുതമേനോന്റെ പേര് പരമാവധി ചർച്ചയാക്കാനാണ് CPIയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിൽ 4.5 പതിറ്റാണ്ടായി തുടരുന്ന കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ ഭൂസമരം പരിഹരിക്കാൻ നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടം. വനം വകുപ്പ് ഏറ്റെടുത്ത ഭൂമി വിട്ടുകൊടുത്തോ ഭൂമിയുടെ വിപണി വില നൽകിയോ പ്രശ്നം പരിഹരിക്കണമെന്നാണ് വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. വനം വകുപ്പ് പിടിച്ചെടുത്ത 12 ഏക്കർ ഭൂമി തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞിരത്തിനാൽ കുടുംബം നടത്തുന്ന നിയമപോരാട്ടം 45 വർഷം പിന്നിടുമ്പോഴാണ് ജില്ലാ ഭരണകൂടം പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നത്. ഭൂമി തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞിരത്തിനാൽ കുടുംബം വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 1600 ദിവസം പിന്നിട്ടു. പകരം ഭൂമി നൽകാമെന്ന റവന്യൂ അധികൃതരുടെ നിർദ്ദേശം കാഞ്ഞിരത്തിനാൽ കുടുംബം തള്ളിയിരുന്നു. ഇതേ ഭൂമിയുടെ കമ്പോള വില നൽകാൻ തയ്യാറായാൽ സ്വീകരിക്കാമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. നിയമസഭാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അവർക്ക് തുടർ നടപടികൾ സർക്കാരിന് സ്വീകരിക്കാം. 3 ഇത് രണ്ടും അല്ലെങ്കിൽ അവരുടെ ഭൂമിയുടെ കമ്പോള വില കിട്ടിയിട്ട് അവരുടെ ഭൂമിയുടെ വില കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഭാഗത്ത് സത്യമില്ലെങ്കിൽ സാർ ഒരിക്കലും ഒരു കളക്ടർക്ക് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല. കാഞ്ഞിരത്തിനാൽ ഭൂമിയിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ KB ഗണേഷ് കുമാർ അധ്യക്ഷനായ നിയമസഭാ പെറ്റീഷൻ സമിതി തെളിവെടുപ്പും പരിശോധനയും നടത്തിയിരുന്നു. തെളിവെടുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഭൂമി പ്രശ്നത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന്
പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ റവന്യൂ സെക്രട്ടറി കളക്ടറോട് ആവശ്യപ്പെട്ടത്. വനം വകുപ്പ് ഏറ്റെടുത്ത ഭൂമി വിട്ടുകൊടുത്തോ ഭൂമിയുടെ വിപണി വില നൽകിയോ പ്രശ്നം പരിഹരിക്കണമെന്നാണ് വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന ശുപാർശ. സഹോദരന്മാരായ കാഞ്ഞിരത്തിനാൽ ജോർജ്, ജോസ് എന്നിവർ 1967 കുട്ടനാട് കാർഡമം കമ്പനിയിൽ നിന്ന് വാങ്ങിയ കൃഷിയിടം മദ്രാസ് പ്രിസർവേഷൻ ഓഫ് പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ടിന്റെ പരിധിയിൽപ്പെടുന്നതാണ് കാണിച്ച് 1975 വനം വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. പൗരത്വ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ MP TN പ്രതാപൻ നയിക്കുന്ന ലോങ് മാർച്ച് ഇന്ന്. ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് രാവിലെ 10 മണിക്കാണ് ലോങ് മാർച്ച് തുടങ്ങുക. ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് ലോങ് മാർച്ച് പുറപ്പെടുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ആലത്തൂർ MP രമ്യ ഹരിദാസ്, MLA അനിൽ അക്കരെ തുടങ്ങിയവരും ജാഥയിൽ പങ്കെടുക്കും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചിയിലും കോഴിക്കോട്ടും പ്രതിഷേധം. കൊച്ചിയിൽ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ ആയിരുന്നു റാലി. സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കോഴിക്കോട് ലോങ് മാർച്ച്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചിയിൽ നടന്ന മഹാറാലിയിലും സമരപ്രഖ്യാപന കൺവെൻഷനിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മറൈൻ ഡ്രൈവിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നിയമം പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് ഹൈദരലി തങ്ങൾ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. മതേതരത്വം തകർക്കുന്നതാണ് നിയമം. നിയമം പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇനിയും ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ഈ കടൽ പോലെ നിറഞ്ഞു നിൽക്കുന്ന സമ്മേളനം കൊണ്ട് അവസാനിക്കുന്നതല്ല. തുടരെ തുടരെ സമ്മേളനങ്ങളും പരിപാടികളും ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. സാമൂഹ്യ കൂട്ടായ്മ കോഴിക്കോട് സംഘടിപ്പിച്ച ലോങ് മാർച്ച് ചരിത്രകാരൻ MGS നാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ വിഭജിക്കാനുള്ളതാണെന്നും ഭേദഗതി പിൻവലിക്കണമെന്നും MGS നാരായണൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് അരയടത്ത് പാലത്ത് നിന്ന് ആരംഭിച്ച് കടപ്പുറത്ത് സമാപിച്ച മാർച്ചിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി, കോഴിക്കോട്. വിവാദങ്ങൾക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ MG സർവകലാശാലയിലെത്തുന്നു. അധ്യാപകരുമായി സംവദിക്കുന്നതിനാണ് ഗവർണർ എത്തുക. മാർക്ക്ദാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗവർണർ ആശയവിനിമയം നടത്തിയേക്കും. വിവാദങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന MG സർവകലാശാലയിലേക്ക് ഇതാദ്യമായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത്. മാർക്ക്ദാനവും മാർക്ക് തട്ടിപ്പും അടക്കമുള്ള വിഷയങ്ങളിൽ സർവകലാശാലയ്ക്കെതിരെ ശക്തമായ നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിരുന്നത്. അധ്യാപകരുമായി സംവദിക്കുന്നതിനാണ് ഗവർണർ എത്തുന്നത്. എന്നാൽ VC ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിവാദങ്ങളിൽ നേരിട്ട് വിശദീകരണം തേടിയേക്കും. ഇന്ന് കോട്ടയത്ത് ഓർത്തഡോക്സ് സഭയുടെ പരിപാടിക്കെത്തുന്ന ഗവർണർ നാളെയാണ് സർവകലാശാലയിലെത്തുന്നത്. പൗരത്വ വിഷയത്തിൽ കേന്ദ്ര നിയമത്തിന് അനുകൂലമായി ഗവർണർ നേരത്തെ നിലപാടെടുത്തത് പ്രതിഷേധത്തിന് കാരണമായിരുന്നു. MG സർവകലാശാലയിലും ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം. കണ്ണൂരിലടക്കമുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കുക. മാർക്ക്ദാന വിഷയത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട് പരാതി കേൾക്കാൻ നേരത്തെ ഗവർണർ തീരുമാനിച്ചിരുന്നു. ന്യൂസ് 18 കോട്ടയം. PJ ജോസഫിന്റെ തട്ടകമായ തൊടുപുഴയിൽ കരുത്ത് കാട്ടാനൊരുങ്ങി ജോസ് കെ മാണി വിഭാഗം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം പാർട്ടി ഓഫീസ് ഉദ്ഘാടനവും നിയോജക മണ്ഡലം റാലിയും ഇന്ന് തൊടുപുഴയിൽ നടക്കും. തൊടുപുഴയിൽ വിളിച്ചു ചേർത്ത നിയോജക മണ്ഡലം കൺവെൻഷനോടനുബന്ധിച്ച് മുഴുവൻ പ്രവർത്തകരെയും അണിനിരത്തി ശക്തിപ്രകടനം നടത്താനാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നീക്കം. പുതിയ പാർട്ടി ഓഫീസായ KM മാണി ഭവന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കും. PJ ജോസഫ് അധ്യക്ഷനായ ഗാന്ധിജി സ്റ്റഡി സെന്ററിന് സമാനമായി KM മാണി സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനവും നിശ്ചയിച്ചിട്ടുണ്ട്. KM മാണിയുടെ മണ്ഡലമായ പാല ഒഴിവാക്കി തൊടുപുഴയിൽ സെന്റർ ആരംഭിക്കുന്നതിലൂടെ ജോസഫിനെ പ്രതിരോധത്തിലാക്കാമെന്ന് ജോസ് വിഭാഗം നേതാക്കൾ കരുതുന്നു. ജോസ് കെ മാണി, തോമസ് ചാഴിക്കാടൻ, റോഷി അഗസ്റ്റിൻ തുടങ്ങി ജോസ് പക്ഷത്തെ മുതിർന്ന നേതാക്കളെല്ലാം ചടങ്ങിനെത്തും. പാർട്ടിയുടെ 13 മണ്ഡലങ്ങൾ, തൊടുപുഴ മുനിസിപ്പാലിറ്റിയും 12 പഞ്ചായത്തുകളും, അങ്ങനെ 13 മണ്ഡലങ്ങളിൽ നിന്നുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകർ ടൗൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കും. പാർട്ടിയുടെ നയപരിപാടികളും എല്ലാം അവിടെ പാർട്ടി നേതാക്കൾ വിശദീകരിക്കുന്നതാണ്. പാർട്ടി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ജോസഫ് വിഭാഗം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ജോസ് വിഭാഗത്തിന്റെ പുതിയ നീക്കം.
ന്യൂസ് 18 തൊടുപുഴ. വടകര ഓർക്കാട്ടേരിയിൽ ടി.പി. ചന്ദ്രശേഖരന്റെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച ടി.പി. ഭവന്റെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും ഇന്ന്. ആർ.എം.പി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മഹാത്ര പാസ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ടി.പി. ചന്ദ്രശേഖരൻ അനുസ്മരണ സമ്മേളനവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. കെ.പി.സി.സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാവ് കെ.എൻ.എ. ഖാദർ തുടങ്ങിയവർ പങ്കെടുക്കും. സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ച് ജനകീയ പരിപാടിയാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും ഘടകകക്ഷി നേതാക്കളെ CPM വിലക്കിയെന്ന് ആർ.എം.പി. ആരോപിച്ചിരുന്നു. ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മരട് നഗരസഭ രംഗത്ത്. ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നുവെന്നാണ് നഗരസഭയുടെ ആരോപണം. സ്ഫോടനത്തിൽ വീടുകൾ തകർന്നാൽ നഷ്ടപരിഹാരം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നതായും നഗരസഭ ഭരണസമിതി ആരോപിച്ചു. ആൽഫ ഫ്ളാറ്റിന് 100 മീറ്റർ അകലത്തിൽ മാത്രം 50-ലധികം വീടുകൾ സ്ഥിതി ചെയ്യുന്നതായാണ് നഗരസഭയുടെ കണക്ക്. ഇതിൽ 10-ൽ താഴെ വീടുകളിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ ആഘാത പഠനം നടത്തിയത്. ഫ്ളാറ്റിലെ ഒരു സ്വിമ്മിംഗ് പൂൾ പൊളിച്ചപ്പോൾ മാത്രം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതേ സ്ഥലത്ത് സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ നാശനഷ്ടം പ്രവചനാതീതമാകുമെന്നാണ് നഗരസഭാ ഭരണസമിതിയുടെ ആരോപണം. നാട്ടുകാർക്കൊപ്പം നിരാഹാര സത്യാഗ്രഹ സമരമുഖത്തും ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ സജീവ സാന്നിധ്യമുണ്ട്. പൊളിക്കൽ ചുമതലയുള്ള സബ് കളക്ടർ സ്നേഹിൽ കുമാറാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നതെന്നും നഗരസഭ ആരോപിക്കുന്നു. ഈ ആഘാതങ്ങൾ നേരിട്ട സമയം മുതലേ നവംബർ 10-ാം തീയതി മുതലുള്ള ദുരന്തങ്ങളാണ് ഈ ജനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സബ് കളക്ടറെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തെയും സമീപിച്ചു. അതുകൂടാതെ തന്നെ ഗവൺമെന്റിലും ഞങ്ങൾ പോയി. പക്ഷെ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളൊന്നും ഉദ്യോഗതലത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ജനുവരി 10-11 തീയതികളിലായാണ് ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനായുള്ള നിയന്ത്രിത സ്ഫോടനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. സ്ഫോടനത്തിൽ വീടുകൾ തകർന്നാൽ ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം 2ാം ദിനത്തിലേക്ക് കടന്നു. പൊളിക്കൽ തീയതി അടുക്കുന്നതോടെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന T20 ജനകീയ കൂട്ടായ്മയിൽ ഭിന്നത. T20-യിലെ ഭിന്നതകളെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KV ജേക്കബ് രാജിവെച്ചു. വെള്ളിയാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് രാജി. 2020 ചീഫ് കോർഡിനേറ്ററും കിറ്റക്സ് ഗ്രൂപ്പ് MD-യുമായ സാബു ജേക്കബുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് KV ജേക്കബ് രാജിവെച്ചത് എന്നാണ് അറിയുന്നത്. രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം കടത്തിവെട്ടിയായിരുന്നു കിഴക്കമ്പലത്ത് 2020 വൻ ജയം നേടിയത്. 19-ൽ 17 സീറ്റും കിറ്റക്സിന്റെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മയ്ക്കായിരുന്നു. കൊച്ചിയിൽ ടാങ്കർ ലോറി ഉടമകളുടെ സമരത്തെ തുടർന്ന് നിർത്തിവെച്ച കുടിവെള്ള വിതരണം പുനരാരംഭിച്ചു. കുടിവെള്ളം എടുക്കാനുള്ള വാട്ടർ അതോറിറ്റി കൂടുതൽ പോയിന്റുകൾ ഒരുക്കും. കളക്ടർ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. കൊച്ചിയിൽ ജലവിതരണത്തിന് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്നായിരുന്നു ടാങ്കർ ലോറി ഉടമകളുടെ മിന്നൽ സമരം. 300 ടാങ്കറുകളും വെള്ളമെത്തിക്കാതെ ഒരു പകൽ മുഴുവൻ വിട്ടുനിന്നു. ഇതേ തുടർന്നാണ് കലക്ടർ S. സുഹാസിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറി ഉടമകളുമായുള്ള ചർച്ച നടത്തിയത്. കുടിവെള്ളത്തിന്റെ ലഭ്യത കൂട്ടാൻ വാട്ടർ അതോറിറ്റിയുടെ പോയിന്റുകളുടെ എണ്ണം 13-ൽ നിന്ന് 20-ആക്കി ഉയർത്തും. FSCTയിൽ നിന്ന് ഉൾപ്പെടെ വെള്ളം നൽകും. കിണറുകളിൽ നിന്നും പാറമടകളിൽ നിന്നും ടാങ്കറുകളിൽ വെള്ളമെടുക്കാം. എന്നാൽ ഇത് കുടിവെള്ളത്തിനായി നൽകരുത്. റോ വാട്ടർ എന്ന് ടാങ്കറുകളിൽ പ്രത്യേകം എഴുതണം. കുടിവെള്ളം വാട്ടർ അതോറിറ്റിയുടെ പോയിന്റുകളിൽ നിന്നും മാത്രമേ എടുക്കാനാവൂവെന്നും നിർദ്ദേശം നൽകി. ടാങ്കർ ലോറി ഉടമകളും ഹോട്ടൽ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളും ഉൾപ്പെടെ യോഗം ചേർന്ന് വെള്ളത്തിന്റെ പുതുക്കിയ വില നിശ്ചയിക്കാനും തീരുമാനിച്ചു. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് എടുത്ത് വിതരണം ചെയ്യുന്ന വെള്ളത്തിന് വില നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വില നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, RTO, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ് അസോസിയേഷൻ, ഫ്ലാറ്റ് ഉടമകൾ, പിന്നെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ഇവരെല്ലാം വെച്ചുകൊണ്ട് ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകണം. ഈ സബ് കമ്മിറ്റി നിശ്ചയിക്കുന്ന വില ഇനി നൽകണം. അതിൽ ബാർഗൈനിങ് ഉണ്ടാകാൻ പാടില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ടാങ്കർ ലോറികൾ രജിസ്റ്റർ ചെയ്യാമെന്നും ഉടമകൾ ഉറപ്പു നൽകി. ന്യൂസ് 18 കൊച്ചി. 2ാം ലോക കേരള സഭയ്ക്ക് ഔദ്യോഗിക തുടക്കം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക കേരള സഭയെ നിയമപരമായ വേദിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2 ദിവസമായി നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. പൗരത്വ നിയമത്തിൽ വാക്പോര് തുടരുന്നവരുടെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഒരേ വേദിയിലെത്തിയത്. സംഘടനാ രീതിയിൽ
പോകുന്നതിന് വേണ്ടി ചിക്കാഗോയിലെ തെരുവീതികളിലൂടെ നടന്ന് അവിടെ ഒരു സമ്മേളനം നടത്തി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് പോക്കാന. ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ കേരളത്തെ പ്രശംസിച്ച ഗവർണറുടെ വാക്കുകൾ ശ്രദ്ധേയമായി. Non-resident Indians as partners for India's development and accorded significance to such cooperation in the action agenda of Niti Aayog. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് പ്രവാസികളുടെ സംഭാവന വലുതെന്നും ഗവർണർ. ലോക കേരള സഭയെ നിയമപരമായ സംവിധാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസി സമൂഹത്തിനും കേരളത്തിനുമിടയിൽ ഒരു പാലം പോലെ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നുള്ള പ്രത്യേകത. ഈ ബന്ധത്തിന് നിയമപരമായ ഊടും പാവും നൽകാൻ ഈ രണ്ടാം ലോക കേരള സഭയോടെ നാം തയ്യാറെടുക്കുകയാണ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടി ആശാ ശരത്തിന്റെ നേതൃത്വത്തിൽ നൃത്താവതരണവും നടന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സമരങ്ങൾക്കും ശമ്പളമില്ലായ്മയ്ക്കുമിടയിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി KSRTC. ഡിസംബർ മാസത്തിൽ കോർപ്പറേഷന്റെ വരുമാനം 213 കോടി രൂപയാണ്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നേടിയ 205 കോടി രൂപയുടെ റെക്കോർഡാണ് ഇത്തവണ തിരുത്തിയത്. ശബരിമല തീർത്ഥാടകരുടെ എണ്ണം കൂടിയതാണ് കളക്ഷൻ വർധനവിന് പ്രധാന കാരണം. ഡിസംബറിൽ 213 കോടി 28 ലക്ഷം രൂപ വരുമാനം നേടിയാണ് KSRTC പുതിയ കളക്ഷൻ റെക്കോർഡ് എഴുതി ചേർത്തത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 205 കോടി രൂപയായിരുന്നു വരുമാനം. 7 കോടി 91 ലക്ഷം രൂപ കളക്ഷൻ നേടിയ ഡിസംബർ 16 തീയതിയാണ് കഴിഞ്ഞ മാസത്തിൽ കൂടുതൽ കളക്ഷൻ ലഭിച്ച ദിവസം. 23 തീയതി 7 കോടി 86 ലക്ഷം രൂപയും 9 തീയതി 7 കോടി 72 ലക്ഷം രൂപയും കളക്ഷൻ ലഭിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഹർത്താൽ നടത്തിയ 17 തീയതിയാണ് ഏറ്റവും കുറവ് വരുമാനം, 4 കോടി 91 ലക്ഷം രൂപ. പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് ഇത്തവണ കളക്ഷൻ റെക്കോർഡ് നേടിയതെന്നതും ശ്രദ്ധേയമാണ്. എല്ലാ ട്രേഡ് യൂണിയനുകളും കഴിഞ്ഞ മാസം സമരത്തിലായിരുന്നു. സ്പെയർ പാർട്സ് ഇല്ലാത്തതിനാൽ 1500ഓളം ബസ്സുകൾ കട്ടപ്പുറത്തായതിനാൽ പല ഷെഡ്യൂളുകളും മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ മെയ് മാസത്തിലും വരുമാനം 200 കോടി കടന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. NSS സംഘടിപ്പിക്കുന്ന മന്നം ജയന്തി സമ്മേളനം ഇന്ന് പെരുന്നയിൽ നടക്കും. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള NSS നിലപാടും സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. മന്നം ജയന്തിയോടനുബന്ധിച്ച് ഇന്നലെ അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം നടന്നിരുന്നു. പൗരത്വ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെ NSS വിമർശിച്ചിരുന്നു. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. കൊടും തണുപ്പിന്റെ പിടിയിലാണ് എങ്കിലും ഡൽഹിയിൽ താപനില ഉയർന്നു. ഗതാഗത സംവിധാനം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. 119 വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ തണുപ്പ് രേഖപ്പെടുത്തിയ രാജ്യ തലസ്ഥാനത്ത് താപനില നേരിയ തോതിൽ ഉയർന്നു. 3 ഡിഗ്രിക്ക് മുകളിലാണ് ഡൽഹിയിലെ കുറഞ്ഞ താപനില. ഇന്നലെ പല പ്രദേശങ്ങളിലും കൂടിയ താപനില 15 ഡിഗ്രി രേഖപ്പെടുത്തി. പകൽ സമയങ്ങളിൽ താപനില ഉയർന്നതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി. ഡൽഹിയിൽ മൂടൽമഞ്ഞിനും കുറവുണ്ട്. റോഡ് ഗതാഗതം സാധാരണ നിലയിലായെങ്കിലും ട്രെയിനുകൾ ഇപ്പോഴും വൈകിയാണ് ഓടുന്നത്. വായു നിലവാര സൂചിക മോശമായി തുടരുകയാണ്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും കടുത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് മേഖലയിലും -ഡിഗ്രി തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് 18 ഡൽഹി. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു ചുവട്. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നതോടെ തുണിസഞ്ചികൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് പാലക്കാട് വണ്ടാഴി പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റ്. ചെറുതും വലുതുമായ വിവിധ തരത്തിലുള്ള തുണിസഞ്ചികൾ തയ്യാറാക്കുന്ന ഇവർ പ്ലാസ്റ്റിക് നിരോധനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള തുണിസഞ്ചികൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് വണ്ടാഴി പഞ്ചായത്തിലെ ശ്രീനിധി കുടുംബശ്രീ യൂണിറ്റ്. പ്ലാസ്റ്റിക് നിരോധനത്തോടെ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു. 10 രൂപ മുതലാണ് തുണിസഞ്ചികൾക്കുള്ള വില. ജില്ലയിലെ മറ്റു മേഖലകളിലേക്കും തുണിസഞ്ചി വിതരണം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബശ്രീ പ്രവർത്തകർ.
നമ്മൾ പ്രതീക്ഷിച്ച അത്രയില്ല, എന്നാലും ഓർഡറുകൾക്കനുസരിച്ച് ഞങ്ങൾക്ക് കുറച്ച് ജില്ലാ മിഷൻ്റെ ഓർഡറുകൾ, ശുചിത്വ മിഷൻ്റെ, പിന്നെ ഇവിടെ പരിസരത്ത് തന്നെ കുറച്ച് കടക്കാരെയും പിന്നെ അമ്പലങ്ങളിലത്തെ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച്, പിന്നെ പഞ്ചായത്തിൻ്റെ തന്നെ കുറച്ച് ഓർഡറുകൾ ഇപ്പോൾ ഗ്രാമസഭകളിലൊക്കെ വിതരണം ചെയ്യാനായിട്ട് കുറച്ച് മെമ്പർമാരൊക്കെ തുണിസഞ്ചി പ്ലാസ്റ്റിക് നിരോധനത്തോടനുബന്ധിച്ച് തന്നെ അത് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ഓർഡറുകളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. തുണിസഞ്ചികൾ കൂടുതൽ വിലക്കുറവിൽ നൽകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. എന്നാൽ തുണികളുടെ വിലവർദ്ധനവ് ഇതിന് തടസ്സമാകുന്നു. മെറ്റീരിയൽ വില കുറച്ച് കിട്ടുന്നില്ല. നമ്മൾ കടകളിൽ പോകുമ്പോൾ അവർ നല്ല വിലയാണ് പറയുന്നത്, നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ സഞ്ചി കൊടുക്കുന്നത്. പക്ഷേ കടക്കാർ പറയും ഞങ്ങളൊരു സാധനം വാങ്ങിച്ചാൽ അത് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 രൂപ വാങ്ങിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ അത് വിൽക്കുന്നതാണ് അവർ പറയുന്നത്. പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ തുണിസഞ്ചികൾക്ക് ആവശ്യക്കാർ കൂടുമെന്നാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൈമാറി തുണിസഞ്ചികൾ വാങ്ങാൻ അവസരമൊരുക്കി നഗരസഭ. കിഴക്കേക്കോട്ടയിലെ ഗാന്ധി പാർക്കിലാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകി തുണിസഞ്ചികൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നതോടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എവിടെ ഉപേക്ഷിക്കുമെന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ്. ഈ സാഹചര്യത്തിലാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൈമാറാനായി തിരുവനന്തപുരം നഗരസഭ കിഴക്കേക്കോട്ടയിലെ ഗാന്ധി പാർക്കിൽ സ്റ്റോൾ ആരംഭിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൈമാറുക മാത്രമല്ല, തുണിസഞ്ചികൾ വാങ്ങാനും കഴിയും. ഒരു തുണിസഞ്ചിക്ക് 10 രൂപയാണ് വില. വൈകാതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ സ്റ്റോളുകളുടെ പ്രവർത്തനം ആരംഭിക്കും. കർശന പരിശോധനയും പിഴ ഈടാക്കലും ആരംഭിക്കുന്നതിന് മുന്നോടിയായി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തിരുവനന്തപുരത്തെ പ്ലാസ്റ്റിക് വിമുക്ത നഗരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന് മേയർ കെ ശ്രീകുമാർ. ഒരു വശത്ത് ഇതിന്റെ ബദൽ സംവിധാനം ശക്തിയായി തന്നെ നടപ്പിലാക്കുന്ന കാര്യങ്ങളിലും അതുണ്ടാക്കുന്ന കാര്യത്തിലും ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ 2 പ്രവർത്തനവും ഏകോപിപ്പിച്ചുകൊണ്ട്, പ്രചരണ പ്രവർത്തനം ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരത്തിൽ പരിപൂർണമായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നമ്മുടെ ഈ പുതുവർഷത്തിൽ ഉപയോഗിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കുടുംബശ്രീയുടെ സഹായത്തോടെ നഗരത്തിൽ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ നിർമ്മാണ യൂണിറ്റുകളിൽ നിന്നുമാണ് ആവശ്യമായ തുണിസഞ്ചികൾ ഗാന്ധി പാർക്കിലേക്ക് എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് ചന്ദ്രഗിരി പാലം ഇന്ന് മുതൽ അടച്ചിടും. നവീകരണ പ്രവർത്തനങ്ങൾക്കായി ജനുവരി 12 വരെയാണ് പാത അടച്ചിടുക. കാഞ്ഞങ്ങാട് KSTP റോഡ് വഴിയുള്ള ഗതാഗതത്തെ ഇത് സാരമായി ബാധിക്കുമെങ്കിലും മറ്റു വഴികളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടായിരിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കുക. ചെർക്കള തെക്കിൽ പാലം, ചട്ടഞ്ചാൽ ദേശീയപാത വഴിയും പെരുമ്പളം പാലം പരവനടുക്കം വഴിയുമാണ് വാഹനങ്ങൾ കടന്നു പോകേണ്ടത് എന്ന് അധികൃതർ അറിയിച്ചു. ശബരിമല വിശേഷം. അവധിക്കാലം കഴിഞ്ഞിട്ടും ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്ന ശേഷം വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 7-8 മണിക്കൂർ കൊണ്ടാണ് പലരും പമ്പയിൽ നിന്നും സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചേർന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുതൽ വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. കടലിനടിയിലെ ലോകം കരയിൽ ഒരുക്കി അത്ഭുതം തീർക്കുകയാണ് ഓഷ്യാനസ് എക്സ്പോ 2020. ആലപ്പുഴ കടൽ തീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ടണലിൽ ഒരുക്കിയിരിക്കുന്ന കൗതുക കാഴ്ചകൾ കാണാം. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കാണാമറയത്തെ കാഴ്ചകളിലേക്ക് കാണികളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഓഷ്യാനോ 2020. തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ വർണ്ണ മത്സ്യങ്ങൾ നീന്തി നീങ്ങും. 200 അടി നീളമുണ്ട് ഈ അക്വേറിയം ഗ്ലാസ് തുരങ്കത്തിന്. അടി നീളത്തിൽ തീർത്ത ഗ്ലാസ് തുരങ്കമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലോകത്തിലെ ശുദ്ധജല മത്സ്യമായ ആമസോണിൽ മാത്രം കണ്ടുവരുന്ന 80 കിലോ ഭാരമുള്ള അരാപ്പേമ, കുട്ടികളുടെ ശബ്ദത്തിൽ കളയുന്ന റെഡ് ടെയിൽ കാറ്റ്ഫിഷ്, പിന്നിലേക്കും മുന്നിലേക്കും ഒരേപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന അബാബ, അങ്ങനെയുള്ള നിരവധി ഫിഷുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സാൻഡ് ആർട്ട്, പിന്നെ മണൽ ശില്പം, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. 80 കിലോ ഭാരം വരുന്ന ആമസോണിൽ മാത്രം കണ്ടുവരുന്ന അരപ്പൈമ, പിന്നോട്ട് സഞ്ചരിക്കുന്ന അബാബ, രാത്രി സമയങ്ങളിൽ കുട്ടികളെ പോലെ കരയുന്ന റെഡ് കിഡ് ഫിഷ്, ചീങ്കണ്ണി രൂപത്തിലുള്ള അലിഗേറ്റർ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. നിരവധി ആളുകളാണ് പ്രദർശനം കാണാനായി ആലപ്പുഴ കടൽത്തീരത്തേക്ക് എത്തുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.
കലാഭവൻ മണിയുടെ ജന്മദിനത്തിൽ കൊച്ചിയിൽ ഒത്തുകൂടി ആരാധകരും സുഹൃത്തുക്കളും. മണി അനുസ്മരിച്ച് പരിപാടികളും സംഘടിപ്പിച്ചു. മണിയുടെ മധുരിക്കുന്ന ഓർമ്മകളിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആരാധകരും. ജന്മദിനത്തിൽ അവർ ഒത്തുകൂടി ഓർമ്മകൾ പങ്കുവച്ചു. മണിയെ അനുസ്മരിക്കാൻ പരിപാടികളും ഒരുക്കി. മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഒരു പ്രളയം വന്ന് പാടി മണിച്ചേട്ടൻ നശിഞ്ഞുപോയി. അപ്പം മണിച്ചേട്ടൻ്റെ അച്ഛൻ പണിയെടുത്ത സ്ഥലമാണ്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ പെങ്ങളും പണിയെടുത്ത സ്ഥലമാണ്. രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ അവരൊരു ഓർമ്മയ്ക്കാണ്. എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചാണ്. അവരുടെ ഒരു ഓർമ്മയ്ക്കും എനിക്കിവിടെ എൻ്റെ ഈ പുഴയിൽ കുളിക്കാൻ വരുമ്പോൾ മണിച്ചേട്ടനെ കാണണം. മണിമുത്ത്, സൂപ്പർ സിംഗേഴ്സ്, നാടൻപാട്ടിന്റെ കുലപതി മണി എന്നിവരുടെ നേതൃത്വത്തിലാണ് കലാകാരന്മാർ ഒത്തുകൂടിയത്. കലാഭവൻ മണിയെ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള സുനിൽ അലിപുരം കുറ്റിക്കാട്ടുകരയിലെ പെരിയാറിന്റെ തീരത്ത് പാടിയും ഒരുക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.